നിലമ്പൂർ നഗരസഭയിൽ LDF തുടർ ഭരണം ഉറപ്പെന്ന് നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം. കഴിഞ്ഞ 5 വർഷം കൊണ്ട് നിലമ്പൂർ നഗരസഭയിൽ ജനങ്ങളുടെ സഹകരണത്തോടെ നടത്താനായ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും തുടർ ഭരണത്തിന് സഹായകമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നുള്ളതിൻ്റെ സൂചനകളാണ് കണ്ടു തുടങ്ങിയിട്ടുള്ളത്. ഏകദേശം കേരളത്തിലെ 10-16ഓളം സീറ്റിൽ എതിരാളികളില്ലാതെ LDFിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചതായിട്ടുള്ള അറിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ നിങ്ങളുമായി സംവദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂരിലെ UDFിൻ്റെ അവസ്ഥ കഴിഞ്ഞ പ്രാവശ്യം എന്താണോ സംഭവിച്ചത് അത് വീണ്ടും സംഭവിക്കാൻ പോകുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ 5 വർഷം മുമ്പത്തെ UDF സംവിധാനത്തിൽ എങ്ങനെയാണോ കോൺഗ്രസ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തി കോൺഗ്രസിന് സ്വന്തമായി അധികാരത്തിൽ വരാൻ അവർ ശ്രമിച്ചത്, ആ ശ്രമം ഈ പ്രാവശ്യം നടന്നിട്ടുണ്ട് എന്നുള്ളത് അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുസ്ലിം ലീഗിന് ഉണ്ടായിരുന്ന സീറ്റ് ഇപ്രാവശ്യം ജനറൽ സീറ്റായിരുന്ന താമരക്കുളം അത് കോൺഗ്രസ് ഏറ്റെടുക്കുകയും ചെയ്തു. അതിന് പകരം മുസ്ലിം ലീഗിനൊരു സീറ്റ് വേറെ കൊടുത്തിട്ടില്ല. അതുമാത്രമല്ല, മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ UDFിൻ്റെ കൺവെൻഷനിൽ ഞാൻ മനസ്സിലാക്കുന്നത് PV അബ്ദുൽ വഹാബ് അടക്കം പങ്കെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നിലമ്പൂർ മുനിസിപ്പാലിറ്റി എന്നല്ല, നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ തന്നെ ഇപ്പോൾ എടക്കര കോൺഗ്രസിൻ്റെ മണ്ഡലം വൈസ് പ്രസിഡൻ്റാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് എതിരായിട്ട് റിബിളായിട്ട് വന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലും അതുപോലെ തന്നെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ മറ്റുള്ള പഞ്ചായത്തിലൊക്കെ തന്നെ ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്നാണ് നാട്ടുകാരുടെയും ഞങ്ങളുടെയും പ്രതീക്ഷ. വലിയൊരു മെജോറിറ്റി ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ വീണ്ടും അധികാരത്തിലെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിന് ഞങ്ങളെ സഹായിച്ചത് ധാരാളം ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ ആളുകൾ മാത്രമല്ല, മറ്റു പൊതുസമൂഹത്തിലെ ആളുകളും അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ തന്നെ വളരെ നല്ല രീതിയിലാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സാരഥികളെ സ്വീകരിക്കുന്നത്. നിലമ്പൂർ നഗരസഭയിലെ മുഴുവൻ ഡിവിഷനുകളിലെയും വീടുകളിലെയും ഗുണഭോക്താക്കൾക്ക് വ്യക്തിഗത ആനുകൂല്യം ലഭ്യമാക്കുവാൻ കഴിഞ്ഞു. നിലമ്പൂരിൽ മുസ്ലിം ലീഗിന് 2020 അവസ്ഥ തന്നെയാകും. മുസ്ലിം ലീഗ് ഇല്ലാത്ത നഗരസഭ എന്നത് കോൺഗ്രസിന്റെ ലക്ഷ്യമാണ്. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും. സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷനിൽ PV അബ്ദുൽ വഹാബ് MP വിട്ടുനിന്നത് ഇതിന്റെ പ്രതിഷേധ സൂചനയാണെന്ന് മാട്ടുമ്മൽ സലീം പറഞ്ഞു. കേരളത്തിൽ പിണറായി സർക്കാരിന്റെ 3ാം തുടർ ഭരണത്തിന്റെ സൂചന നൽകി നിരവധി LDF സ്ഥാനാർത്ഥികൾ ഇതിനകം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതായും ചെയർമാൻ പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ താമരക്കുളം ഡിവിഷൻ കോൺഗ്രസ് ഏറ്റെടുത്തു. പകരം മറ്റൊരു ഡിവിഷൻ നൽകിയുമില്ല. മുസ്ലിം ലീഗിന്റെ വിമതർ മത്സര രംഗത്ത് നിൽക്കുന്നതും ചെയർമാൻ ചൂണ്ടിക്കാട്ടി. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.